everybody, welcome to my channel. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്നാക്ക് ഐറ്റം ആണ് ചിക്കൻ കട്ട്ലറ്റ്. ചിക്കൻ കട്ട്ലറ്റ് എല്ലാവരും യൂഷ്വലി ചെയ്യുന്നത് നമ്മൾ ബ്രെഡ് ക്രംസിലും പിന്നെ എഗ്ഗ് ബീറ്റ് ചെയ്തിട്ട് ഈ രണ്ടും കോട്ടിങ്ങിൽ നമ്മൾ കോട്ട് ചെയ്തെടുത്തിട്ട് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ വേറൊരു ടെക്നിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. നമ്മുടെ വെർമിസെല്ലില്ലേ, സേമിയ റോസ്റ്റഡ് വെർമിസെല്ലി ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തിട്ട് നല്ലൊരു ഫൈൻ പൗഡർ പോലെ അല്ല, കുറച്ചൊരു തരിതരിപ്പുള്ളൊരു പൗഡർ പോലെ ആക്കിയിട്ട് ലാസ്റ്റ് അതിലും കൂടെ നമുക്കൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ട് ഡീപ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ കട്ട്ലറ്റ് പുറത്ത് നല്ല ക്രിസ്പിയും ഉള്ളിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറച്ചൊരു ആ ഒരു സെയിം കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം അങ്ങനത്തെ ഒരു കട്ട്ലറ്റ് റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ വെച്ച് കൊടുക്കാം. പാൻ ഒന്ന് ചൂടാവട്ടെ. ഓക്കെ, പാൻ ചൂടായി. എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെജിറ്റബിൾ ഓയിലാണ് എടുക്കുന്നത്, നമ്മുടെ സൺഫ്ലവർ ഓയിൽ. ഒരു 2.5 സ്പൂൺ ഒഴിക്കാം. ഓക്കെ, എണ്ണ ചൂടായി. അതിനകത്തൊട്ടേക്ക് 3 സവോള നീട്ടത്തിലരിഞ്ഞത് തിൻ സ്ലൈസസ് ആക്കി കട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് നമുക്കിത് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം എടുക്കും. ഒരു 5-7 മിനിറ്റ് ടൈം വരെ എടുക്കും. മിനിറ്റ്. ഓക്കെ, ഇപ്പോൾ ഓണിയൻ നന്നായിട്ട് ബ്രൗൺ, ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി. നെക്സ്റ്റ് നമുക്ക് അതിനകത്തോട്ടേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്തത് ചെറുതായിട്ട് കുറച്ച് മതി, രണ്ടും കൂടെ ഒരു സ്പൂൺ വരുന്നത് പോലെ എടുക്കാം. ഒരു ടേബിൾ സ്പൂൺ. ഓക്കെ, ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. അപ്പം പേസ്റ്റ് ആക്കണമെങ്കിലും ആക്കാം, പക്ഷേ എനിക്ക് ഇടയിൽ ഈ ഇഞ്ചിയൊക്കെ ഒന്ന് കടിക്കുന്നത് ഭയങ്കര ഇഷ്ടം. കുറച്ചും കൂടെ ഒരു ഫ്രഷ് ടേസ്റ്റ് വരും നമ്മുടെ കട്ട്ലറ്റിന്. അപ്പം അതൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനകത്തൊട്ടേക്ക് പച്ചമുളക്, 2 പച്ചമുളക്, കുറച്ച് കരിവേപ്പില ഇങ്ങനെ ജസ്റ്റ് ചോപ്പ് ചെയ്ത്, അപ്പോൾ ഒരു നാടൻ ടേസ്റ്റും കൂടെ കിട്ടും. കുറച്ച് സ്പ്രിംഗ് ഓണിയൻ, സ്പ്രിംഗ് ഓണിയനൊക്കെ ഒരു പ്രത്യേക ഒരു ഫ്ലേവർ വരും. നമ്മൾ കട്ട്ലറ്റ് ഇങ്ങനെ ബൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ് ടേസ്റ്റും ഫ്രഷ് ഫ്ലേവറും തരും. ഇതൊക്കെ കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക. നെക്സ്റ്റ് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ആദ്യം തീ കുറയ്ക്കുക. ഫസ്റ്റ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ചില്ലി പൗഡർ അതൊരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എരിവിന് പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, നല്ലൊരു കളറിനും കൂടെ വേണ്ടി. ഓക്കെ, മുളക് പൊടി 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നെക്സ്റ്റ് ചിക്കൻ മസാല അതൊരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി ഗരം മസാല അത് 1/2 സ്പൂൺ മതി, 1/2 ടീസ്പൂൺ മതി. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റാം. ആഹാ, ഇപ്പോൾ തന്നെ ഒരു അടിപൊളി മണം വന്നു തുടങ്ങി. ഓക്കെ, ഇപ്പോൾ നന്നായിട്ട് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ചിക്കൻ ഞാൻ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. മുളക് പൊടിയും ചിക്കൻ മസാലയും മഞ്ഞളും കുറച്ച് പെപ്പറും സോൾട്ടും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്തു, ബോയിൽ എന്ന് പറഞ്ഞാൽ കുക്കറിനകത്തിട്ടിട്ട് കംപ്ലീറ്റ്ലി കുക്ക് ചെയ്തെടുത്തു. എന്നിട്ട് മിക്സിനകത്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്തപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ വന്നു. എല്ലാം എല്ലില്ലാത്ത കഷ്ണങ്ങൾ നോക്കി വേവിച്ചെടുക്കണം. ഓക്കെ, ഇപ്പോൾ എല്ലുള്ള പീസാണെങ്കിൽ തന്നെ അത് കട്ട് ചെയ്ത് മാറ്റിയെടുത്തതിന് ശേഷം കുക്ക് ചെയ്യുക. എന്നിട്ട് മിക്സിനകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും. ഓക്കെ, മിക്സ് ചെയ്യാം. ഓക്കെ, ഇതിപ്പോൾ നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചു. ഒരു 5 മിനിറ്റ് ഒന്ന് അങ്ങനെ നമ്മൾ എല്ലാം ഓണിയൻ്റെ കൂടെ ഒന്ന് വേവിക്കണം. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്
കുക്ക്ഡ് പൊട്ടറ്റോസ് ആണ്, ഓൾറെഡി ബോയിൽ ചെയ്ത പൊട്ടറ്റോ. അത് നമുക്കിപ്പം ഉടയ്ക്കാം. ഓക്കെ, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിനകത്തിട്ടിട്ട് വേവിക്കാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഉടച്ചിട്ട് ഇടാം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഉടയ്ക്കാം. സോ നമ്മുടെ ഉരുളക്കിഴങ്ങും ചിക്കനും മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കാം. നമുക്കൊരു പാത്രത്തിനകത്തോട്ടേക്ക് ഇതിനൊക്കെ മാറ്റാം. കുറച്ച് സാധനങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അത് കുക്കിംഗ് സമയത്ത് ആഡ് ചെയ്യണ്ട, അല്ലാതെ ആഡ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇതിലിനി ആഡ് ചെയ്യാനുള്ളത് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തത്, അടുത്തത് ലെമൺ ജ്യൂസ്, ഒരു ഹാഫ് ലെമൺ, കുറച്ച് പെപ്പർ ക്രഷ് ചെയ്തിട്ട് കൊടുക്കാം. പെപ്പർ പൊടി എന്താണെങ്കിലും മതി. ഇതിൻ്റെയൊക്കെ ഒരു റോ ഫ്ലേവർ നമ്മൾ ഫസ്റ്റ് ബൈറ്റിലേക്ക് കിട്ടണം. അപ്പം കുക്കിംഗ് സമയത്ത് ഇതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫ്രഷ് ടേസ്റ്റ് പോകും. അതുകൊണ്ടാണ് ലാസ്റ്റ് ആഡ് ചെയ്തത്. ദെൻ പിഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് പിഞ്ച് ഓഫ് ഗരം മസാല ഫൈനലി. ഇനി എന്താ വേണ്ടത്? ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒന്ന് തണുത്തതിന് ശേഷം നമ്മളൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴയ്ക്കണം. എല്ലാ മസാലകളും എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ എല്ലാ ഉരുളക്കിഴങ്ങും നന്നായിട്ട് ചിക്കനൊക്കെ ആയിട്ടൊന്ന് കോട്ടാവണം. അപ്പോൾ അതുകൊണ്ടൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴയ്ക്കണം. ചൂടാറിയതിന് ശേഷം നമുക്ക് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ കറക്റ്റാണോ നോക്കണം. എനിക്ക് ലേശം ഉപ്പ് കുറവാണ്. നമുക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്തായാലും നമ്മൾ മിക്സ് ചെയ്യണ്ടല്ലോ, കൊണ്ട് എല്ലായിടത്തും എത്തും. ഓക്കെ, നമുക്കതൊന്ന് കൈ വെച്ചിട്ടൊന്ന് കുഴയ്ക്കാം. ചൂടൊക്കെ കുറഞ്ഞു. ഇനി നമുക്കിത് കട്ട്ലറ്റ് ഷേപ്പാക്കി മാറ്റാം. ഞാനിന്ന് ചെയ്യുന്നത് സിലിണ്ടർ ഷേപ്പാണ്. ഇങ്ങനെ ഈ ഒരു ഷേപ്പാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഷേപ്പ് എടുക്കാം, നോർമൽ ഷേപ്പ്. അപ്പോൾ ഇങ്ങനെ ആക്കിയില്ലേ. ഇനി ഇത് നമുക്ക് കോട്ടിംഗ് ഒക്കെ ചെയ്യാം. കോട്ടിങ്ങിന് വേണ്ടി ഞാൻ ആദ്യത്തെ ലെയറിന് 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് ആണ്. നമ്മൾ നോർമലി ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക, പൊടിപ്പിച്ചെടുക്കുക. പിന്നെയാണ് മൂന്നാമതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ വേർമിസെല്ലി. റോസ്റ്റ് ചെയ്തതാണെങ്കിൽ ഒന്ന് റോസ്റ്റ് ചെയ്യുക, എന്നിട്ട് മിക്സിയിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിതൊരു ഭയങ്കര ഫൈൻ പൗഡറും അല്ല, കണ്ടില്ലേ ആ ഒരു കൺസിസ്റ്റൻസി അങ്ങനെ കിട്ടണം. അപ്പം ഈ 3 സാധനങ്ങളാണ് നമ്മൾ കോട്ടിങ്ങിന് യൂസ് ചെയ്യുന്നത്. എഗ്ഗിൽ കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാം, പെപ്പർ പൗഡറും കുറച്ച് സോൾട്ടും ഇട്ടിട്ടൊന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. ഓക്കെ, എഗ്ഗ് ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓരോന്നായിട്ട് കോട്ട് ചെയ്യാം. ആദ്യം എഗ്ഗിൽ, നെക്സ്റ്റ് ബ്രെഡ് ക്രംസിൽ നല്ല രീതിയിലൊന്ന് പൊതിഞ്ഞെടുക്കുക. ഓക്കെ, മൂന്നാമതായിട്ട് വേർമിസെല്ലി. ഓക്കെ, നമ്മുടെ കോട്ടിങ് മൂന്നും കഴിഞ്ഞു. കണ്ടേ, ഇങ്ങനെ ഇരിക്കും. അത് മാറ്റി വയ്ക്കാം. അങ്ങനെ എല്ലാം നമുക്ക് ഷേപ്പാക്കാം. സോ ഇപ്പോൾ നമ്മുടെ കട്ട്ലറ്റൊക്കെ റെഡിയായി 14 എണ്ണം. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇതിനകത്ത് സേമിയ അങ്ങനെ വിസിബിൾ അല്ല. അപ്പം ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കട്ട്ലറ്റ് ഇത്രയും ക്രിസ്പി എന്നുള്ള ഒരു സീക്രട്ട് ആർക്കും മനസ്സിലാവില്ല. സോ വേർമിസെല്ലി കോട്ടഡ് ആയിട്ടുള്ളത് വരുന്നുണ്ട്, പക്ഷെ അത് ഭയങ്കര കുറച്ചും കൂടെ ഹാർഡനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇങ്ങനെ ഒരു പൊടി പോലെ ഡസ്റ്റി പോലെ ആ ഒരു വേർമിസെല്ലിയുടെ ലെയർ ഇങ്ങനെ കോട്ടാവണം. അപ്പോഴാണ് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും നമുക്ക്.
ഓക്കെ. അപ്പം ഞാനിതിപ്പോൾ ഫുൾ എടുക്കുന്നില്ല, പകരം കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ മാറ്റാൻ പോവാണ്. ലൈക്ക് നമുക്ക് ആവശ്യമുള്ളതുപോലെ എടുക്കാമല്ലോ. അപ്പം ഒരു 4-5 ഇപ്പം നമുക്ക് പൊരിക്കാം, ബാക്കിയൊക്കെ എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനത്തെ ഒരു അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പ്ലാസ്റ്റിക്കിലും വെക്കാം, ബട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എൻ്റെ അടുത്ത് 2 പാക്കറ്റ് സ്റ്റോറേജ് എടുത്തിട്ടുണ്ട്. ഞാനത് ഫ്രീസറിൽ കൊണ്ടുവയ്ക്കട്ടെ. അതുപോലെ തന്നെ നമുക്കിപ്പം പൊരിക്കാനുള്ള ഈ ഒരു 1 2 3 4 5 6 ഈ 6 കൂടെ ഞാൻ ഫ്രീസറിനകത്ത് ഒരു 15 മിനിറ്റ്സ് ഒന്ന് വെക്കും. അപ്പോഴേ ഇതിൻ്റെ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ആവുള്ളൂ. ഓക്കെ, അപ്പം ഇപ്പോൾ പൊരിക്കാനുള്ളത് ഒരു 15 മിനിറ്റ് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ട് വേഗം കൊണ്ടുവരും. ഇനി നമുക്ക് കട്ട്ലെറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ കുറച്ചൊന്നൊരു മീഡിയം ഹീറ്റിൽ ഹോട്ടായിരിക്കണം, ഓവർ ഹീറ്റ് ആവാൻ പാടില്ല. നമുക്കിനി പൊരിച്ചെടുക്കാം. ഓക്കെ, 4 ഇട്ടിട്ടുണ്ട്. അപ്പം 4 ആദ്യം ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഞാൻ മീഡിയം ഹീറ്റിലാണ് ഇപ്പോഴും വെച്ചിട്ടുള്ളത്. ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുത്തപ്പോൾ 2 സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാവണം, അതുവരെ നമുക്കിത് ഫ്രൈ ചെയ്യണം. കുറച്ച് ടൈം എടുക്കും, ഒരു 7-8 മിനിറ്റ്സ് എടുക്കും ഒരെണ്ണം നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടാനായിട്ട്. അപ്പം കട്ട്ലറ്റ് ഇവിടെ കുക്കായി കഴിഞ്ഞു, നമുക്കിനി എടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കട്ട്ലറ്റ് റെഡിയായി. ഒരു പാത്രത്തിനകത്തേക്ക് വയ്ക്കാം. എല്ലാ കട്ട്ലെറ്റ്സും മാറ്റാം. ഈ ഒരു കളറാവുന്നത് വരെ മാത്രം കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ബ്ലാക്ക് ആയി കഴിഞ്ഞാൽ ആ ഒരു ക്രിസ്പിനെസ് പോയിട്ട് കുറച്ച് ഹാർഡായിട്ട് മാറും. ഓക്കെ, അങ്ങനെ കട്ട്ലെറ്റ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തു. സോ 6 കട്ട്ലെറ്റ്സ്. നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കണമെങ്കിൽ ഒരു 6 മതിയായിരിക്കുമല്ലോ. ഓക്കെ, അങ്ങനെ നമ്മുടെ കട്ട്ലറ്റ് വേഗം തന്നെ റെഡിയായി. സോ നിങ്ങൾക്ക് ഇത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിനകത്ത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് ഫ്രീസറിനകത്ത് സ്റ്റോർ ചെയ്തിട്ട് ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേർമിസെല്ലി ഇനി കട്ട്ലറ്റ് ചെയ്യുമ്പോഴും മനസ്സിലൊന്ന് ഇങ്ങനെ ആലോചിക്കുക, വേർമിസെല്ലിയും കൂടെ ഒരു കോട്ടിങ് ചെയ്യണം. അപ്പോൾ ഇതെന്താണെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഷെയർ ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ ഇനാബിൾ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത ഒരു മെനു ആയിട്ട് വേറെ വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ, ടേക്ക് കെയർ.